നമ്മൾ നോൻപ് തുറന്നിട്ട് ഇരിക്കുന്ന സമയത്ത് തണുത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ 1 കപ്പ് തണ്ണിമത്തൻ നമ്മൾ ഫ്രീസറിൽ വെച്ച് ക്യൂബാക്കി എടുത്തതാണ് കേട്ടോ. അത് തണുപ്പിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷാക്കി എടുക്കുക. കൂടുതൽ അരിഞ്ഞു പോകരുത് കേട്ടോ. ആ ക്രഷാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ഹെവി വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ട് ബീറ്ററിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മെഷർമെൻ്റ് എടുത്ത കപ്പിലേക്ക് തന്നെ 1 കപ്പോളം മിൽക്ക് മെയ്ഡ് വേണം. വേറെ ഒന്നും നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. ക്രീമിൽ പഞ്ചസാര ഉണ്ടാവും, മിൽക്ക് മെയ്ഡ് മധുരമാണല്ലോ. അപ്പോൾ അതൊന്ന് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ബീറ്റ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഈ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച തണ്ണിമത്തനുണ്ടല്ലോ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 സെക്കൻഡ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്താൽ മതി. കൂടുതൽ ഇതിൽ ബീറ്റ് ചെയ്യണ്ട. തണ്ണിമത്തൻ ഇട്ടതിന് ശേഷം പിന്നെ നമുക്കത് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ടൊന്ന് കലക്കി ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കണ പാത്രം അതിലേക്ക് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ കൊള്ളാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീമിനെ ഒഴിച്ചു കൊടുക്കാം. ഈ ഉണ്ടാക്കിയ ചേരുവകൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് ഫ്രീസറിൽ 8 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയ അടിപൊളി ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്താൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ടുണ്ടാവും. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ.